ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അതൊരു മസാല റൈസാണ്. അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാലും ഇനി വീഡിയോയിലോട്ട് പോയാലോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഓയിൽ കൂടുതൽ വേണ്ടിയൊരു കൂടുതലെടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. അര ടീസ്പൂൺ ഗരം മസാല. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, മസാല മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം, ഒരു സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊരു 3 പച്ചമുളക് നെടുകെ പിളർന്നതാണ്, ഒരു തണ്ട് കറിവേപ്പില, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സവോള ചെറുതായി അരിഞ്ഞതാണ്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഷുഗർ, പിന്നെ 2 പേർക്ക് കഴിക്കാൻ ആവശ്യമായ ചോറാണിത്. ഇത് ഞാൻ ഉപ്പിട്ട് വേവിച്ച ചോറാണ്. ഇത് ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വൈറ്റ് റൈസോ റെഡ് റൈസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങിയാലോ? അപ്പം എണ്ണ ഞാൻ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒത്തിരി ചൂടാകാൻ നിൽക്കണ്ട. അതിന് മുമ്പേ തന്നെ നമ്മൾ ഇതിനകത്ത് ഹോൾ മസാലയൊന്നും നമ്മൾ ഇടുന്നില്ല. കാരണം പിള്ളേർക്ക് അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. അവർ ഇടയ്ക്കൊക്കെ എല്ലാം എടുത്ത് കളയണം അതൊക്കെ. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാൻ നമുക്കിത് ഫ്ലെയിം അനുസരിച്ച് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലോണം ചൂടാൻ നിന്നാൽ ഇത് മുഴുവൻ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയും. വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഇച്ചിരി ലേശം തീ വെച്ചാൽ മതി. ജിഞ്ചർഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്നതിനെ നമുക്ക് വഴറ്റാൻ പറ്റും. അതായത് ഉള്ളി കൂട്ടത്തിലിട്ട് ഇടുമ്പോൾ നന്നായി വഴറ്റി വരില്ല. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗണായി വഴറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അത് എല്ലാവരും നല്ല മണമൊക്കെ വരും.
ഗാർലിക് പേസ്റ്റ് വഴണ്ടി വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു അടിയിൽ നിൽക്കാൻ പിടിക്കില്ല കേട്ടോ. എന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഗോൾഡൻ ബ്രൗണൊക്കെ ആണെങ്കിലും നല്ല സ്വാദായിരുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് പച്ചമുളക് ഇടാം. നമുക്ക് ഉള്ളി വഴരാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പിടാം. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കേട്ടോ, നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി. ഉപ്പ് ആദ്യം കൂടുതൽ ഇടരുതേ. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഉള്ളി ഇനി ഗോൾഡൻ ബ്രൗണൊന്നും ആകണ്ട കേട്ടോ, ഇവരൊന്നും വഴറ്റില്ല. ട്രാൻസ്പെറൻ്റ് ആയി എടുത്തില്ലേ, ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പം അതുവരെ നമ്മൾ വഴറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ സവാളയുടെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിലോട്ട് വയ്ക്കാം. എന്നുവെച്ചിട്ട് നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇത് ഞാൻ വീഡിയോയിൽ ആദ്യം ഇൻഗ്രീഡിയൻസിനോട്ട് കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ഇടാം. ഗരം മസാലപ്പൊടി ഇടാം. നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ മസാല എല്ലാം കൂടെ കരിഞ്ഞു പോകും. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളിത് വഴറ്റണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഇടാം.
ലേശം വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. ടൊമാറ്റോ സോസും കൂടെ എല്ലാവർക്കും നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ചോറിടാം. കിട്ടുന്നില്ലേ? അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്കിനി ചോറിട്ട് ഇത് സിമ്മിലോട്ട് വയ്ക്കാം. എന്നിട്ട് ചോറിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് നല്ലൊരു ചൂടാവട്ടെ. അപ്പോൾ ചോറ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളം കുറവ് ഉള്ളവർക്ക് മസാലക്കകത്ത് ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കൂടുതൽ കുഴഞ്ഞിരിക്കുന്നത് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ടിഫിൻ ബോക്സിലൊക്കെ കൊച്ചുങ്ങൾക്കും ജോലിക്കാർക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റും. പെട്ടെന്ന് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കറിയൊന്നും കൂട്ടാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രാമ്പിൾഡ് എഗ് ഇതിൻ്റെ കൂടുതൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ സാലഡില്ലേ, റൈത്ത, അത് കൂട്ടി കഴിക്കാൻ പറ്റും. ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാൻ പറ്റും. കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. Thank you.